വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തെങ്കിലും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. അതായത് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ വാഷിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ്. ഇതിൽ വന്നിട്ട് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ചധികം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു മാസ്ക് ആണ്. പൊതുവേ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഫേസിലാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മേക്കപ്പ് പ്രൊഡക്ട്സിനെക്കാട്ടി കൂടുതൽ നമ്മൾ നോക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ഇന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടിച്ചുപെടുത്തിയിട്ടാണ് ഓരോ സ്കിൻ കെയർ പ്രൊഡക്റ്റും വാങ്ങാറുള്ളത്. അതേപോലെ തന്നെയാണ് ഹെയറിൻ്റെ കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹെയറിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും എല്ലാം തന്നെ കുറച്ചുകൂടി നാച്ചുറൽ ആയിരിക്കണം. അതേപോലെ കെമിക്കൽസ് എല്ലാം കുറവായിരിക്കണം. നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് കെമിക്കൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്ത് വന്നിട്ടുള്ളത്. എൻ്റെ ഹെയർ കെയർ വീഡിയോസിലൊക്കെ അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ പ്രൊഡക്ട്സും അങ്ങനെയുള്ളതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റും അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് തോന്നി എനിക്ക് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ആയി തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ആംല, റീത്ത, ശിക്കകായ്, അതുപോലെ തന്നെ ഭൃംഗരാജ്, അങ്ങനെയുള്ള നല്ല നല്ല എസെൻഷ്യൽ ആയിട്ടുള്ള ഹെയറിന് നമുക്ക് സൂട്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, അനിമൽ ബ്രൈറ്റ് പ്രൊഡക്ട്സ് ഒന്നും തന്നെ ഇല്ല, സൾഫേറ്റ് ഫ്രീ ആണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സൾഫേറ്റ് ഒക്കെ ഇല്ലാത്ത പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സൾഫേറ്റ് ഇല്ലാത്ത ഷാമ്പൂ യൂസ് ചെയ്യാന്ന് പറയും, അതായത് ഹെയർ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഷുവറായിട്ട് പേടിയില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതേപോലെ ഇത് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെയറിനെ നറിഷ് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് എൻഡ്സ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, ഡാൻഡ്രഫ് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്, ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ഹെയറും ഓയിലി സ്കാൽപ്പുമാണ് ഇപ്പോഴത്തെ സീസണിലെ മെയിൻ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊതുവേ നമ്മുടെ ഹെയർ ഈ ടൈമിൽ ഒരുപാട് ഓയിലി ആവും, സ്കാൽപ്പ് അതേപോലെ തന്നെ ഹെയർ ഭയങ്കര ഡ്രൈ ആവുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ചളി നിറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഹെയർ വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഹെയർ ഷാമ്പൂ ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇടയിൽ ഇങ്ങനെയുള്ള ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ എല്ലാവരും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കില്ലേ. ഇപ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഹെയർ കുറച്ച് ബ്രേക്കേജ് ആവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഹെയർ കളർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഷാമ്പൂ ചെയ്യുമ്പോൾ കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പൂ കണ്ടീഷൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലുള്ള ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ ഹെയർ സെറം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ കണ്ടീഷനിങ് വാഷ് ചെയ്തതിന് ശേഷം ഹെയർ സെറം, ഇത് മൂന്നും കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഷാമ്പൂവിൻ്റെ കഴിഞ്ഞ ശേഷം കണ്ടീഷൻ ചെയ്യുക, കണ്ടീഷന് ശേഷം ഹെയർ സെറം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെയറിൽ ബ്രേക്കേജ് ഒക്കെ കുറയുകയും ചെയ്യും, ഹെയർ നല്ലപോലെ നറിഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിനിടയിൽ നമ്മൾ മന്തിലേക്ക് ഇതുപോലെ ഹെയർ മാസ്ക് അല്ലെങ്കിൽ വീക്ക്ലി ഒരു ദിവസം ഒരു സൺഡേ ഫ്രീ ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീക്ക് കൊണ്ട് നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഡാമേജ് എല്ലാം തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പൊതുവേ എൻ്റെ ഹെയറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റം തിക്ക് ഉണ്ടാവില്ല കേട്ടോ. അതായത് നമ്മൾ വിരിച്ചിടുന്ന സമയത്ത് ഭയങ്കര തിക്കായ പോലെ തോന്നും, പക്ഷേ പിന്നിടുന്ന സമയത്ത് അറ്റം ഒട്ടും തിക്ക് ഉണ്ടാവില്ല. അതേപോലെ സ്പ്ലിറ്റ് എൻഡ്സ് കൂടുതലായതുകൊണ്ട് അവിടെ നിന്നൊക്കെ മുടി പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഈ തിന്നായിട്ട് വരുന്ന ഹെയർ. സോ ഈ ഒരു പാക്ക് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് ഷാമ്പൂ ചെയ്തിട്ടുള്ള എൻ്റെ ഹെയറിലാണ്. ഷാമ്പൂ ചെയ്ത് അതിന് ശേഷം ഹെയർ ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ. അതിന് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഹെയർ രണ്ട് സൈഡായിട്ട് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ റൂട്ടിൽ നിന്ന് ടിപ്പിലോട്ട് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഏകദേശം ഒരു 30 to 35 മിനിറ്റ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഹെയർ അപ്ലൈ ചെയ്തതിന് ശേഷം കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുള്ളത്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്താൽ മതിയാവും, അല്ലാതെ അതിന് ശേഷം പിന്നെ ഷാമ്പൂ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നമുക്ക് മാനേജബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഞാൻ ഈ മുടി ചീപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ. പിന്നെ ഹെയറിലുണ്ടാകുന്ന സ്പ്ലിറ്റ് എൻഡ്സിൻ്റെയും റഫ്നെസ്സിലൊക്കെ ഉണ്ടായിരുന്നു മുടിയുടെ അറ്റത്ത്, അതെല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ 2-3 തവണയായിട്ട് യൂസ് ചെയ്യുന്നു.
സോ ഇതാണ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മുന്നും ഇതിന് ശേഷമുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഹെയറിന്റെ ടെക്സ്ചർ മാറുന്നുണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. നമ്മളൊരു വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹെയറിന്റെ ടെക്സ്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, നറിഷ് ആവുന്നുണ്ട്. ഇപ്പോൾ ഹെയർ ഒക്കെ ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുകയാണ്, സ്പ്ലിറ്റൻസും അതേപോലെ ഹെയർ കളറൊക്കെ ചെയ്ത് ഭയങ്കര ബോറായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. വേണ്ടവരൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് ഇതിലിപ്പോൾ പറയുന്നത് 610 റുപ്പീസാണ്, അതും 200 ഗ്രാം പ്രൊഡക്റ്റിനാണ്. പക്ഷേ ഇവരുടെ ആപ്പിലും വെബ്സൈറ്റിലും എല്ലാം തന്നെ ഓഫറിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകും. ഇതിൻ്റെ കൂപ്പൺ കോഡ് എല്ലാം തന്നെ താഴെ കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ ആയിരുന്നു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടാകും, അതുകൂടി പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് ടാറ്റാ.